أشهد أن محمد رسول الله. വിശ്വാസികൾക്ക് നോമ്പ് തിന്മയിൽ നിന്നുള്ള പരിചയമാണ്. പകൽ മുഴുവൻ നീളുന്ന വ്രതാനുഷ്ഠാനം വെറും പട്ടിണി കിടക്കൽ മാത്രമല്ല, ക്ഷമയുടെ പരിശീലനമാണ്. എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് ആത്മസംസ്കരണത്തിനുള്ള പരിശീലന കളരി. ആത്മസംസ്കരണത്തിൻ്റെ മാസമാണ്, കാരുണ്യത്തിൻ്റെ മാസമാണ്, നരക വിമോചനത്തിൻ്റെ മാസമാണ്. കാരുണ്യവും മഗ്ഫിറത്തും, അതായത് നമുക്ക് അള്ളാഹു പുറത്തു തരുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. എന്നതുപോലെ തന്നെ നരക വിമോചനത്തിൻ്റെ കൂടി ഒരു മാസമാണ്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധരായിക്കൊണ്ട് റമദാൻ മാസത്തെ ധന്യമാക്കാൻ എല്ലാ വിശ്വാസികളും തയ്യാറാക്കണം. വ്രതാനുഷ്ഠാനത്തിന് പുറമെ രാത്രിയിൽ ദൈർഘ്യമേറിയ തറാവീഹ്, വിദ്ർ നിസ്കാരങ്ങളിലൂടെ വിശ്വാസികൾ ദൈവവുമായി സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നു. ഒപ്പം ദാനധർമ്മങ്ങൾക്കും കൂടുതൽ സമയം ചെലവഴിക്കും. ഖുർആൻ അവതീർണമായ മാസം കൂടിയാണ് റംസാൻ. സഹജീവികൾക്ക് വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ആവശ്യമായ സംരക്ഷണങ്ങളും നൽകി നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥന അധിഷ്ഠിതമായി സൃഷ്ടാവായ റബ്ബിന് വിനയാന്വിതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. പള്ളികളിലെ നോമ്പ് തുറയ്ക്ക് പുറമെ സൗഹൃദ സന്ദേശങ്ങൾ ഉണർത്തുന്ന ഇഫ്താർ വിരുന്നുകളാണ് റംസാനിലെ സവിശേഷത. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.